വയനാട്ടിലെ DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യയ്ക്ക് സമാനമായൊരു സംഭവം ഇന്ന് തിരുവനന്തപുരത്ത് തിരുമലയിലുണ്ടായി. തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാർ, അദ്ദേഹം അവിടുത്തെ പ്രാദേശിക BJP നേതാവും കൂടിയാണ്. അവിടെ എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവും കൂടിയായിരുന്നു എന്ന വാർത്തകളാണ് ഇക്കട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ ഈ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ ഓഫീസിൽ രാവിലെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം അവിടെ ഒരു സൊസൈറ്റി നടത്തിയിരുന്നു. അദ്ദേഹം നേതൃത്വം നൽകുന്ന സൊസൈറ്റി ഒരു വായ്പാ പദ്ധതി നടത്തിയിരുന്നു. ആ വായ്പാ പദ്ധതിയിലൂടെ വായ്പ എടുത്ത പലരും തിരിച്ചടക്കാത്തതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും പദ്ധതി അദ്ദേഹത്തിൻ്റെ ആ പദ്ധതിയിലൂടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ഇതിനകത്ത് ഈ ആളുകളോട് പൈസ തിരിച്ചടക്കാൻ വേണ്ടി BJPയുടെ ഉന്നത നേതൃത്വം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളെയൊക്കെ ഇദ്ദേഹം സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായില്ല. അപ്പോൾ ഈ പദ്ധതി പൊട്ടിപ്പോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ ഇരുന്നു. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പും തയ്യാറാക്കിയതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. സ്വാഭാവികമായും BJP ഇവിടെ വലിയ തോതിൽ പ്രതിരോധത്തിലാണ്, പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമങ്ങളെ, മീഡിയ വണ്ണിൻ്റെ അടക്കം മാധ്യമങ്ങളെയൊക്കെ മോശമായി പെരുമാറുകയും കയ്യേറ്റം ചെയ്യുകയും മാധ്യമപ്രവർത്തകരുടെ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന പ്രതിഷേധാർഹമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ BJP ഇക്കാര്യത്തിൽ തീർത്തും പ്രതിരോധത്തിലാണോ, രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ വലിയ പാളിച്ച പറ്റിയോ എന്നതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. അജിംസ്, കേട്ടിടത്തോളം തിരുമലയിലെ സംഭവത്തിൽ BJPക്ക് കാര്യമായ വീഴ്ചയും പാളിച്ചയും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ രാഷ്ട്രീയ കക്ഷികൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നതും ജനങ്ങൾ അവരെ സമീപിക്കുന്നതും ജനങ്ങൾ അവരെ ഒരു സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ പല കാര്യങ്ങളിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേർക്കുനേരെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈ ദൈനംദിന ജീവിതവുമായി നേർക്കുനേരെ രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സഹകരണ സംഘങ്ങളാണ്. അത് നയിക്കുന്നത് CPM ഉണ്ടാവും. CPM-നാണ് അതിൽ മേൽക്കൈ കേരളത്തിൽ. മറ്റൊന്ന് കോൺഗ്രസിനുണ്ട്, BJPക്കുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ BJP ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ ഐഡിയോളജി എത്രയോ വർഷങ്ങളായി, ഒരു നൂറ്റാണ്ടോളമായി കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആ ഐഡിയോളജി പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കൂ, തിരുവനന്തപുരത്ത് അവിടെ ഗണ്യമായ കൗൺസിലർമാരുടെ എണ്ണം അവർക്കുണ്ട്. തിരുവനന്തപുരത്ത് BJP ശക്തമായ പൊസിഷനിലാണ് ആ ജില്ലയിൽ. പ്രത്യേകിച്ചും നേമം പോലുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ അവർക്ക് ഇപ്പോൾ നഗരസഭയിൽ തന്നെ അവർക്ക് നല്ല സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എങ്ങനെ ഉണ്ടാകുന്നത്? BJPയുടെ ഐഡിയോളജി ആളുകൾ വിശ്വസിച്ച് ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നതല്ല, അവർക്ക് വോട്ട് ചെയ്ത് കൗൺസിലർമാരാക്കുന്നതല്ല. പകരം അവിടെയുള്ള ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ, അതായത് ഇത്തരം സഹകരണ സംഘങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന അനിൽ എന്ന് പറയുന്ന വ്യക്തി സാധാരണ ഒരു BJP പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് സൊസൈറ്റി വായ്പ കൊടുത്തേണ്ട 6 കോടി രൂപയോളം വായ്പ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ വായ്പ കൊടുത്താലുള്ള പ്രശ്നം നമുക്കറിയാം, കമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ ശക്തമായ ചിട്ടവട്ടങ്ങൾ ഇത്തരം സൊസൈറ്റികൾക്കില്ല. അവർ കുറേ കൂടി ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു വായ്പ മുടങ്ങി അതിൻ്റെ പേരിൽ കർശനമായ നടപടികളിലേക്ക് അവർ പോവില്ല. അപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്തവരുടെ വിഷമം കൂടി കണ്ടുകൊണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു പക്ഷേ അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ടാവും. അപ്പോൾ ആ വരുന്ന പ്രതിസന്ധി, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അപ്പോൾ BJP തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ പൊസിഷനിലുള്ളൊരു പാർട്ടിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന തിരുവനന്തപുരത്താണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. എന്നിരിക്കെ വെറും 6 കോടി രൂപയുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായ കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതിൽ മനന്നെന്താണ് അത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നാണ് ആത്മഹത്യയെക്കുറിപ്പിൽ നമുക്ക് മനസ്സിലാവുന്നത്. 6 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് വ്യക്തിപരമായി അതൊരു മിഠായി വാങ്ങിക്കുന്ന കാശേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആസ്തി നമുക്കറിയാം. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോയി കണ്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ സമ്മതിക്കുകയാണ്, ഫേസ്ബുക്കിൽ കുറിപ്പിടുകയാണ്. അപ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ അടിയിൽ ആളുകൾ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാത്തത് എന്താണ്? കുറേ വർഗീയമായ പരാമർശങ്ങളുണ്ട്. കന്യാസ്ത്രീകളെ ഇറക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിൽ പോകുന്ന അത്രയും പാടില്ലല്ലോ ആ പ്രശ്നം തീർക്കാനെന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആ അനുശോചന കുറിപ്പിൽ എന്നെ വന്ന് തലേദിവസം കണ്ടിരുന്നു എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം സ്വയം കുറ്റം സമ്മതിക്കുകയാണ്. അദ്ദേഹം ആ പ്രശ്നം പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു വീഴ്ചയാണ്, വലിയ വീഴ്ചയാണ്. അതിൽ വലിയ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ഈ തുക 6 കോടി രൂപ എന്നുള്ളത് BJPയെ പോലുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണത്. വളരെ നിസ്സാരമായി ആ സഹകരണ സംഘത്തെ നിലനിർത്തണം എന്ന രാഷ്ട്രീയ ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ BJP പോലെ ഒരു പാർട്ടിക്ക് രാജീവ് ചന്ദ്രശേഖരൻ അത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നതാണ്. അത് ചെയ്തിട്ടില്ല, അത് അവഗണിക്കപ്പെട്ടു. 2,
ഇത്തരം സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലനിർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം BJP സംസ്ഥാന അധ്യക്ഷനില്ല എന്നുള്ളതാണ്. ഇവരുടെ പതാക കണ്ടിട്ടോ അല്ലെങ്കിൽ BJP പറയുന്ന വർഗീയത കേട്ടിട്ടോ ഒന്നുമല്ല ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്. ആളുകൾ വോട്ട് ചെയ്യുന്നതിനുള്ള കാരണം അവർക്ക് നിത്യനിദാന ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആശ്രയിക്കാവുന്ന ചില സ്ഥാപനങ്ങൾ ഈ പാർട്ടികൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് വളരെ പെട്ടെന്നൊരു കൈവായ്പ ആവശ്യം വരുമ്പോൾ ഇത്തരം സഹകരണ സംഘങ്ങളെ സമീപിക്കാം, അങ്ങനെ സമീപിക്കണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിക്കാം എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ ഈ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അനിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഗ്രാസ് റൂട്ട് ലെവലിൽ എന്താണ് എന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ല. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് BJP കൗൺസിലർമാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ BJP RSSോട് വർഗീയത പറഞ്ഞുകൊണ്ടല്ല, ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് എന്നുള്ള സാമാന്യ ബോധം BJPക്ക് ഉണ്ടാവണം. ഇതിപ്പോൾ BJPയുടെ മാത്രമൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തകർച്ചകൾ, അതേ തുടർന്നുള്ള ആത്മഹത്യകൾ, അറസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസ്സുകാർക്കും CPMകാർക്കൊക്കെ ബാധകമാണ്. നമ്മൾ കരുവിനൊരു ഉദാഹരണം കണ്ടതാണ്. അപ്പോൾ സഹകരണ മേഖല സ്വാഭാവികമായി നേരിടുന്ന കുറേയധികം പ്രതിസന്ധികളുണ്ട്. അതിലെ രാഷ്ട്രീയ ഇടപെടലുകൾ, അതിലെ പ്രൊഫഷണലിസം ഇല്ലായ്മ, ദേശീയ പോളിസിയുടെ ഒരു ഫ്രെയിംവർക്കിൽ അതിനെ കൊണ്ടുവന്ന് അതിന് പ്രൊഫഷണലിസം കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളെ അവഗണിക്കുക, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവഗണിക്കുക എന്നുള്ളത്. ഈ അവഗണന തന്നെയാണ് യഥാർത്ഥത്തിൽ അനിലിൻ്റെ ജീവനെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നൗഫൽ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റ് അദ്ദേഹത്തിന് തന്നെ ക്ഷീണമാവുകയാണ്. അപ്പോൾ ഇതിൽ കാര്യമായ പാളിച്ച BJP നേതൃത്വത്തിന് സംഭവിച്ചു എന്ന് ശരിവെക്കുകയാണോ ആ പോസ്റ്റ്? അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്നെ കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിരുന്നു എന്നുള്ളത്. ഞാനുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. സാധാരണ അനുശോചനക്കുറിപ്പിൽ ഭംഗിവാക്കാണോ അത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനോട് തീർച്ചയായും പറഞ്ഞിരിക്കും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ടും രാജീവ് ചന്ദ്രശേഖരൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കാതിരുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം BJPയെ പോലുള്ള ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഈ ഒരു കൗൺസിലറുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പാർട്ടിക്കാർ തന്നെ ചിന്തിക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ല. സേഫ് തന്നെ സൂചിപ്പിച്ചു, NM വിജയൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഇതുപോലെ എത്രയെത്ര പ്രവർത്തകർ, നേതാക്കൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു ആളുടെ പേര് പറയാം, റസാഖ് പയമ്പ്രോട്ട്. സേഫുവിനെ പേരറിയാം, അജിംസിനെ പേരറിയാം. നമ്മുടെ കുണ്ടോട്ടിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. മാപ്പിള കലാ അക്കാദമിയുടെ മോയിൻകുട്ടി മൈദർ മാപ്പിള അക്കാദമി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയൊരു കാര്യമുണ്ട്, ഒരു പ്രദേശത്തെ നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആത്മാഹുതി. ഇതിനുത്തരവാദി ഞങ്ങളുടെ ജനവാസ പ്രദേശത്ത് പ്രദേശവാസികളുടെ താല്പര്യം സംരക്ഷിക്കാതെ വൻകിട പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ സംഘത്തിന് ലൈസൻസ് അനുവദിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥാപന ഉടമകൾ, പോലീസ്, രാഷ്ട്രീയ പിന്തുണ നൽകിയ CPM ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നിവരും ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഉദ്യോഗസ്ഥരുമാണ്. പ്രാദേശിക നേതാക്കൾക്ക് പാർട്ടി എന്നത് സാമ്പത്തിക വരുമാനത്തിനുള്ള വഴി കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു ഭാഗം. അദ്ദേഹം ഒരുപാട് പോലീസിനുള്ള ആത്മഹത്യാക്കുറിപ്പ്, CPM ജില്ലാ സെക്രട്ടറിക്കുള്ള ആത്മഹത്യ, അങ്ങനെ കുറേ കുറിപ്പുകളായി എഴുതി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ പല ഘട്ടങ്ങളിലുള്ള ആളുകളുണ്ട്. അതായത് വലിയ രാഷ്ട്രീയ നേതാക്കളുണ്ട്, പിന്നെ മിഡിൽ ലെവലുള്ള നേതാക്കളുണ്ട്, പിന്നെ പ്രവർത്തകരുണ്ട്. ശരിക്കും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മിഡിൽ ലെവലിലുള്ള നേതാക്കളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സ്ലിപ്പ് കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെയാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. ഈ പറയുന്ന റസാഖ് പയമ്പ്രോട്ടാണെങ്കിലും ഈ മരിച്ച അനിലാണെങ്കിലും അതിനു മുമ്പ് മരിച്ച NM വിജയനാണെങ്കിലും ഇവരൊക്കെ നേരിട്ട് ജനങ്ങളുമായി കൊടുക്കൽ വാങ്ങലുകൾ, സംവാദങ്ങൾ എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അവിടെ ആരെയും ചതിക്കാൻ കഴിയില്ല, അവിടെ ആരുടെയും വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് അവരിലുള്ള വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ആത്മാഭിമാനം ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ മുകൾ തട്ടിലുള്ള നേതാക്കന്മാരുടെ കാര്യം വെച്ച് എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും, വലിയ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും പോയി ആത്മഹത്യ ചെയ്ത നേതാക്കളുടെ കണക്ക് നമ്മുടെ അടുത്തില്ലല്ലോ. അങ്ങനെ ആരുമില്ല. അവർക്ക് അത് വെറും ആരോപണമാണ്, അത് എനിക്കെതിരെയുള്ള രാഷ്ട്രീയ
ആരോപണമാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാനാവുന്നു. എന്നിലൂടെ എൻ്റെ പാർട്ടിയെ തകർക്കാനുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ അവർക്ക് വകുപ്പുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് അതൊന്നുമില്ല. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം പ്രശ്നമായി മാറുകയാണ്. പിന്നെ അവർക്ക് ആകെയുള്ള മാർഗം ഈ നേതാക്കളെ പോയി കാണുക, കേണ അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കേണ അപേക്ഷിച്ചിട്ടും വീണ്ടും അപേക്ഷിച്ചിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെയുള്ള മാർഗം ആത്മഹത്യയാണ്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും അതിലൊരു വ്യത്യാസവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഏറ്റവും ഒടുവിലായി രാജീവ് ചന്ദ്രശേഖരനോട് നേരിട്ട് പോയി പറഞ്ഞിട്ടും അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപരാധം തന്നെയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ അവസ്ഥയിൽ ഇദ്ദേഹം മരിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് BJPയുടെ ഇത്തരത്തിലുള്ള നിലപാട് കൂടിയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ BJP സംസ്ഥാന കമ്മിറ്റിയും BJPയുടെ ജില്ലാ കമ്മിറ്റിയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുഖ്യ വിഷയത്തിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാണ്. വരും നിമിഷങ്ങളിൽ എന്ത് പൊസിഷൻ എടുക്കുമെന്ന് കാത്തിരുന്നു.